ഓയിൽ ഫ്രൈ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ 4 മണിക്കടികളില്ലേ, ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനത്തെ സാധനങ്ങളിലാണ്. ഒരു ഹോട്ടലിൽ ചെന്ന് നമ്മൾ ബിരിയാണി കഴിച്ചെന്ന് വെച്ചോ, ബിരിയാണി കഴിച്ച് ആ പ്ലേറ്റിലും കയ്യിലും ഒന്ന് നോക്കിയാൽ മതി, അരക്ക് പോലെ ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഡാൽഡയാണ്. ആ ഹോട്ടലിൽ മേലാൽ ഇനി കയറരുത്. കുറച്ച് വീഡിയോസിൽ കണ്ടതാണ്, ശരിക്കും PCOD ഗട്ട് ഹെൽത്തുമായിട്ട് ഇന്റർ കണക്റ്റഡ് ആണ്. ഹോർമോണൽ കാര്യങ്ങളിൽ ഒത്തിരി ഗട്ട് ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. സ്ട്രെസ് ലെവൽ എങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഗട്ട് ഹെൽത്ത് എങ്ങനെയാണ്, ഡയറ്റ് എങ്ങനെയാണ്, പിന്നെ എക്സസൈസ് രീതികൾ എങ്ങനെയാണ്, ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻഡ് സാധനമാണ്. പല സ്ഥലങ്ങളിലും ബ്രസ്റ്റിലെ മുഴ ഉണ്ടാകുന്നത് ഈസ്ട്രോജൻ വേരിയേഷൻ, യൂട്രസിലെ മുഴ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ വേരിയേഷൻ. എന്തുകൊണ്ടാണ് ഈ പീരീഡ്സിന്റെ സമയത്ത് അത്രയധികം ഷുഗർ ക്രേവിങ്സ് നമുക്ക് വരുന്നത്? ഭൂരിഭാഗം സ്ത്രീകളും ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യാണ്, ജീവിക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യാണ്. ആ ഹോർമോണൽ ഇംബാലൻസ് ശരിയാക്കാതെ അവരുടെ ലൈഫിൽ ഒരു കാര്യവും അവർക്ക് ഒരു പരിധി കൂടുതൽ ആസ്വദിക്കാൻ പറ്റത്തില്ല. കടല എണ്ണയില്ലേ, നിലക്കടല എണ്ണ, 1 ലിറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ 400 രൂപയുടെ നിലക്കടല വേണം. അങ്ങനെ വരുമ്പോൾ 120 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ ഇതിനകത്ത് എവിടുന്ന ഏതാ എണ്ണ? മൈക്രോവേവിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. മൈക്രോവേവിനകത്ത് നമ്മൾ ഒരു ഫുഡ് ഐറ്റം എന്തെങ്കിലും വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതിൻ്റെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 5 ഫുഡ് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒന്ന് പറയാമോ? ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ഒന്നും കഴിക്കരുത് പരിപാടിയേ അല്ല. എല്ലാം കഴിച്ചു. മണ്ണ് തിന്നണമെന്നുണ്ടോ? തിന്നോ, കുഴപ്പമില്ല, ചെറിയ അളവ്. ഈ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഡയറ്റ് എടുക്കണം വിചാരിക്കുന്ന സ്ത്രീകളുണ്ടാവും. ഇപ്പോൾ ഒരു മാസത്തിൽ നല്ല രീതിയിൽ ഡയറ്റൊക്കെ ഇങ്ങനെ പിടിച്ചു വരികയായിരിക്കും. പക്ഷെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഈ പീരീഡ്സ് ക്രേവിങ്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പോഴായിരിക്കും അത്രയും ദിവസം ഇല്ലാത്ത ഷുഗർ, ചോക്ലേറ്റ്സ്, ബേക്കറി ഐറ്റംസ്, കേക്ക്, ചിലപ്പോൾ ഒരു മൊത്തം കേക്ക് തന്നെ ഇരുന്ന് തിന്ന ആളുകളുണ്ട്. ഞാനങ്ങനെ കഴിക്കാറുണ്ട്. എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് ഈ പീരീഡ്സിൻ്റെ സമയത്ത് അത്രയധികം ഷുഗർ ക്രേവിങ്സ് നമുക്ക് വരുന്നത്? ശരിക്കും പീരീഡ്സിൻ്റെ സമയത്തൊന്നല്ല, ഇത് ശരിക്കും ഹോർമോണൽ ഇംബാലൻസ് ആണ്. സ്ട്രെസ്സുമായിട്ട് നല്ല ബന്ധമുള്ള കാര്യമാണ്. ഈ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് ഭൂരിഭാഗം സ്ത്രീകളിൽ ഇപ്പോൾ വളരെ കോമൺ ആണ്. അവർക്ക് ആ പീരീഡ്സ് മാത്രമല്ല, ഒരു പീരീഡ്സിൻ്റെ പ്രശ്നം തുടങ്ങുന്നത് തന്നെ ഒരു 15 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് അന്നേരമേ ഈ പരിപാടി തുടങ്ങുകയാണ്. ഈ പ്രീമെൻസ്ട്രൽ സംഭവം തുടങ്ങുകയാണ്. അന്നേരം തൊട്ട് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് കൂടി. എന്നിട്ട് ഒരു 3-4 ദിവസം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ. ഇതെല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് ഒരു 2-3 ദിവസം ഓക്കെ ആയി നേരെ നിൽക്കും. എന്നിട്ട് അടുത്ത പ്രാവശ്യത്തേക്കുള്ള സംഭവം വീണ്ടും റെഡിയായി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഭൂരിഭാഗം സ്ത്രീകളും ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യാണ്, ജീവിക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യാണ്. ആ ഹോർമോണൽ ഇംബാലൻസ് ശരിയാക്കാതെ അവരുടെ ലൈഫിൽ ഒരു കാര്യവും അവർക്ക് ഒരു പരിധി കൂടുതൽ ആസ്വദിക്കാൻ പറ്റത്തില്ല. ഒരു തീരുമാനങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റത്തില്ല. വീണ്ടും നമ്മൾ ഡിപ്രഷനിലേക്ക് പോവുകയാണ്. സ്ട്രെസ് നല്ല രീതിയിൽ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹോർമോണൽ ഇംബാലൻസ് ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ മെഡിസിൻസും സപ്ലിമെൻറ്റ്സും കാര്യങ്ങൾ. അതിനകത്ത് ഹോർമോൺ മെഡിസിൻ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഹോർമോൺ മെഡിസിനാണ് കൊടുക്കുന്നത്. ആ ഹോർമോൺ കുറഞ്ഞോ എന്നാൽ ഇതെടുത്തോ, അങ്ങനെ ബാലൻസ് ചെയ്ത് കാര്യമില്ല. കാരണം അങ്ങനെയുള്ളവരിൽ ഹോർമോൺ മെഡിസിൻ എടുക്കുന്നവരിൽ വല്ലാതെ വെയിറ്റ് കയറും. കാരണം ഈ എടുക്കുന്ന അളവ് പിന്നെയും കൂടും. അപ്പോൾ ഈ വേരിയേഷൻസ് നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ ബോഡി ഒന്ന് ഇംബാലൻസ് ആകും. കറക്റ്റായിട്ട് നോക്കിയാൽ മതി. ഈ പറയുന്ന കാർബ്സ് കട്ട് ചെയ്ത്, അല്ലാതെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണുണ്ട്. ഇൻസുലിൻ്റെ അളവ് കൂടിയാൽ ഈസ്ട്രോജനകത്ത് വേരിയേഷൻ വരും. ഈസ്ട്രോജൻ വേരിയേഷൻ വന്നാൽ മുഴ, തടിപ്പ്, സിസ്റ്റ്, ട്യൂമേഴ്സ് ഇതൊക്കെ ഉണ്ടാകും. പല സ്ഥലങ്ങളിലും ബ്രസ്റ്റിലെ മുഴ ഉണ്ടാകുന്നത് ഈസ്ട്രോജൻ വേരിയേഷൻ കൊണ്ടാണ്. യൂട്രസിലെ മുഴ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനത്തെ ഹോർമോണൽ വേരിയേഷൻ വരുന്നതിൻ്റെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇൻസുലിനാണ്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എടുക്കുമ്പോഴാണ് ഇൻസുലിൻ കൂടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറവുള്ള ഫുഡുകളായിരിക്കണം കൂടുതൽ എടുക്കേണ്ടത്. ഇപ്പോൾ ഇറച്ചി, മീൻ, മുട്ടയ്ക്കകത്ത് ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ല. കാരണം അതിനകത്ത് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് വളരെ കുറവാണ്. പച്ചക്കറിയിലൊന്നും ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ല, ഇലക്കറികളിൽ നടക്കത്തില്ല. അപ്പം ഇത്രയും ഫുഡുകൾ മെയിൻ ഫുഡായിട്ട് മാറണം. ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുന്ന സാധനങ്ങളുടെ അളവൊന്ന് കുറയണം. അത് കുറഞ്ഞാൽ ഹോർമോൺസിനൊന്ന് ബാലൻസ് ആയാൽ പിന്നെ ഈ പ്രശ്നമേ ഉണ്ടാകത്തില്ല. ഇതിനകത്ത് സ്ട്രെസ് ലെവൽ എങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, പിന്നെ ഗട്ട് ഹെൽത്ത് എങ്ങനെയാണ്, ഡയറ്റ് എങ്ങനെയാണ്, പിന്നെ എക്സസൈസ് രീതികൾ എങ്ങനെയാണ്, ഇതെല്ലാം കൂടെ ഒന്ന് കമ്പൈൻഡ് സാധനമാണ്. അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഭയങ്കര തീരുമാനം എടുത്തേച്ചങ്ങ് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ഈ ഓവുലേഷനും അല്ലെങ്കിൽ പ്രീമെൻസ്ട്രലും സംഭവങ്ങളൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേനും എന്ത് വേണേലാവട്ടെ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കുളമാകും. എന്നിട്ട് വീണ്ടും അയ്യോ ശരിയാകണം എന്നൊരു സംഭവം വരും. വീണ്ടും ഈ ട്രാക്കിലേക്ക് വരും. അത് ഒരിക്കലും ഒരു റിസൾട്ട് കിട്ടത്തില്ല. അവരെപ്പോഴും നോക്കിയാൽ അവർക്ക് കഷ്ടപ്പാട് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ഞാൻ ഇത്രയും ചെയ്യുന്നു എന്നിട്ടും എൻ്റെ അവസ്ഥ ഇതാ. ഈ ഇടയ്ക്ക് വരുന്ന പരിപാടിയില്ലേ, ഇപ്പം നമ്മളിപ്പം 3 ദോശ കഴിക്കുന്നത് ഒരു 1/2 പീസ് ലഡ്ഡു കഴിക്കുന്നത് സെയിം ആണ്. അപ്പം നമ്മൾ ഇത്രയും കഴിക്കുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. അപ്പോൾ അത്രയും അളവിൽ സാധനം കയറുകയല്ലേ. കയറിയ ഉടനെ ശരീരം വലിച്ചെടുക്കുകയാണ്. മറ്റേത് ദഹനമുണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും എടുത്ത് സമയമെടുത്തിട്ടാണ് ബ്ലഡിൽ കയറുന്നത്. മറ്റേതിനകത്ത് സമയം എടുക്കാനൊന്നുമില്ല. ഷുഗർ ഡയറക്റ്റ്
കയറി കഴിഞ്ഞിട്ട് ഇത് ഷുഗർ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല, ഫാറ്റായിട്ട് കിടക്കും, സ്റ്റോർ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ മുഴാത്ത അടിപ്പ് സിസ്റ്റ്, ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട കാര്യം, നിങ്ങൾ ചോറ് അരി എന്നുള്ളതിനെക്കാട്ടിലും ഇമ്പോർട്ടൻറ്റ് ഷുഗറാണ്. അങ്ങനെ ചോറും അരിയും ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്തോനേഷ്യക്കാരും ചൈനക്കാരും ഒക്കെ തടിയന്മാരായിരിക്കണ്ടേ, അല്ലേ? ജപ്പാനിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ഇരിക്കണ്ടേ. അവരുടെ ഷുഗർ കണ്ടൻറ്റ് ഭയങ്കര കുറവാണ്. ഓക്കെ. അതിൻ്റെ കൂടെ ഷുഗറും കൂടെ സപ്ലൈ ചെയ്യുമ്പോഴാണ് വിസറൽ ഫാറ്റ് ഉണ്ടാകുന്ന, വെയിറ്റ് കൂടുന്ന, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്ത് പോയാൽ ഈ വലിയ കുഴപ്പമില്ലാതാവും. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഫീമെയിൽ ഹോർമോൺ ബാലൻസ് എന്ന് പറഞ്ഞ ഒരു മെത്തഡ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടും അവരുടെ ഫുൾ കാര്യം മനസ്സിലാക്കിയിട്ട് അവരുടെ ഡയറ്റ് എങ്ങനെ ആയിരിക്കണം, ഹെറിഡിറ്ററി ഏതാണ് രീതിയാണ്, സ്ട്രെസ് ലെവൽ എങ്ങനെയാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അല്ലാതെ ചുമ്മാ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. ഈ PCOD PCOS ഇതുണ്ടാവുന്നത് ഗട്ട് ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കുറച്ച് വീഡിയോസിൽ കണ്ടതാണ്. ശരിക്കും PCOD ഗട്ട് ഹെൽത്തുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്? PCOD എന്ന് പറയുന്നത് എല്ലാം കണക്റ്റഡ് എന്നല്ല, അതിനകത്ത് ഈ ഹോർമോണൽ കാര്യങ്ങളിൽ ഒത്തിരി ഗട്ട് ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. വയറിൻ്റെ കാര്യത്തിൽ നമുക്ക് അബ്സോർപ്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വേണ്ടുന്ന സാധനം ബോഡിയിലേക്ക് വലിച്ചെടുക്കത്തില്ല. ഇനിയും ചില കാര്യങ്ങളുടെ അളവ് വളരെ കൂടുതലായിരിക്കും, ഷുഗർ കണ്ടന്റ് വളരെ ഹൈ ആയിട്ട് വന്നാൽ ഇതും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പോൾ ആദ്യം നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും, പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി ആയിരിക്കും, പിന്നെ വെയിറ്റ് കൂടാൻ തുടങ്ങും, തൈറോയ്ഡ് വേരിയേഷൻസിലേക്ക് വരും, അത് കഴിഞ്ഞ് മൂഡ് സ്വിങ്സ് ഇറിറ്റേഷൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ PCOD എന്ന് പറയുന്നത് ഓവറിയിൽ മാത്രമായിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സിസ്റ്റുകൾ ഉണ്ടാകുന്നു, എന്നിട്ട് പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റി വരുന്നു. ഇതാണ് PCOS എന്ന് പറയുന്നത്. ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വെയിറ്റ് കൂടുന്നു, മുടി കൊഴിയുന്നു, മോക്കുരു വരുന്നു, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു, മടി ക്ഷീണം വരുന്നു, അങ്ങനത്തെ പല പല മറ്റു അവയവങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് ഇതിനാണ് PCOS എന്ന് പറയുന്നത്. അപ്പം ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് എന്തായാലും ആ വഴി ചെയ്തേ പറ്റൂ. ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നതാണ് ഓയിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഈ മൈക്രോവേവ് വെയിറ്റ് അല്ലെ എയർ ഫ്രയർ വെയിറ്റാണ് ആളുകൾ കൂടുതൽ ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ചിലർ പറയുന്നു ഈ എയർ ഫ്രൈ ചെയ്തിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് ഭയങ്കര മോശമാണ്, ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അല്ല, എയർ ഫ്രയർ മൈക്രോവേവ് ഒന്നും ക്യാൻസർ അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നൊന്നുമില്ല. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് ഒരു കാര്യവും ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഓയിൽ ഫ്രൈ ആയാലും ഇപ്പം നോക്കിയാൽ നമുക്ക് ഈ ബാർബിക്യൂ അൽഫാം പോലത്തെ ഡീപ്പ് ഡ്രൈ ആയിട്ട് നമ്മളതിനെ ഫ്രൈ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ഓയിലല്ലാതെ കനലിൽ നമ്മളെ ചാർക്കോളായിട്ട് അതിൻ്റെ എക്സ്ട്രീമായിട്ട് ഒരു മീറ്റ് ചൂടായാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ക്യാൻസർ ഉണ്ടാവും. കോളോൺ ക്യാൻസറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം നമ്മൾ വളരെ ഹെൽത്തിയാന്ന് പറഞ്ഞു വെച്ചാൽ ഗ്രില്ലും ഈ ചാർക്കോളൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഡെയിലി യൂസിൽ വന്നാൽ അത് പ്രശ്നമാണ്. മൈക്രോവേവിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ മൈക്രോവേവിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. മൈക്രോവേവിനകത്ത് നമ്മൾ ഒരു ഫുഡ് ഐറ്റം എന്തെങ്കിലും വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ് ഉണ്ട്, അതിനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്തിട്ട് ഇത് ആ വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ചൂട് ആക്ച്വലി ചൂട്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നൊന്നുമില്ല, ഒരു സാധനം ചൂടായിട്ട് കഴിക്കാം എന്നുള്ളതാണ് ഉള്ളത്. അതൊന്നും വലിയ ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും പറയാനില്ല. അപ്പം അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും നടക്കുന്നില്ല, വേറെ ഒരു പ്രോസസ്സ് നടക്കുന്നില്ല. ഇനിയിപ്പം എയർ ഫ്രൈ ആണെങ്കിലും അതിനെ ഒരു മീറ്റ് ഐറ്റംസ് എക്സ്ട്രീം ഹീറ്റിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതായാലും പ്രശ്നമാണ്. മീറ്റ് എപ്പോഴും വാട്ടർ കണ്ടൻറ്റിൽ കറി വെച്ച് ഒലത്തിയെടുത്ത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തഡ്. അല്ലാതെ എയർ ഫ്രൈ ചെയ്യുമോ അല്ലെങ്കിൽ മൈക്രോവേവ് ആയാലും അല്ലെങ്കിൽ ഗ്രിൽഡ് ആയാലും ചാർക്കോൾ ആയാലും എല്ലാം കണക്കാണ്. അതുകൊണ്ട് ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന് പറയാനില്ല, ഇതെല്ലാം എടുക്കാം, അളവുകളിലാണ് കാര്യം. കാരണം ഇനി ഓയിൽ ഫ്രൈ ആണെങ്കിലും ഓയിൽ ഫ്രൈ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് ഈ നമ്മുടെ 4 മണിക്കടികളില്ലേ, ഉഴുന്നുവട, പരിപ്പുവട, അങ്ങനത്തെ സാധനങ്ങളിലാണ്. അതായത് കാർബ്സ് അടങ്ങിയിട്ടുള്ള ഓയിൽ കണ്ടൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരും. ഇപ്പോൾ ചിക്കൻ നമ്മൾ എന്താ പറയുക ഓയിൽ ഫ്രൈ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഫിഷ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഡ്രൈ ആയിട്ട് ഹീറ്റ് ചെയ്ത് കരിച്ച് അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് പ്രശ്നം. ഇപ്പം ഫിഷ് നമുക്ക് ശാലോ ഫ്രൈ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. അപ്പം ഇതിനകത്തേക്ക് എത്ര എണ്ണ കയറുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു പഴംപൊരി എടുത്ത് പിഴിഞ്ഞ് നോക്കിക്കേ, ഒരു ചിക്കൻ എടുത്ത് പിഴിഞ്ഞാൽ എത്ര വരും, പഴംപൊരി എടുത്ത് പിഴിഞ്ഞാൽ എത്ര വരും. അപ്പം ഇതിനകത്ത് ചിക്കനകത്ത് കുറേ മസാലകൾ കയറ്റിയിട്ട് പിന്നെ ആക്കുന്നത് അത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. എന്നാലും ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മളത് ചെയ്യുന്നത് വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഏതൊരു കാര്യം ഇനി എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും ഇവരുടെ വയറ് കുടൽ കണ്ടീഷൻ ശരിയല്ലെങ്കിൽ ഇനി എത്ര ശ്രദ്ധിച്ചാലും ആ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതുകൊണ്ട് എയർ ഫ്രൈ ആയിക്കോട്ടെ, മൈക്രോവേവ് ആയിക്കോട്ടെ, ചാർക്കോൾ ആയിക്കോട്ടെ, ഗ്രിൽഡ് രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഒരു മോഡറേറ്റ് അളവിലായിരിക്കും നല്ലത്. അല്ലാതെ നല്ല ഓപ്ഷനാന്ന് പറഞ്ഞ് ഇതൊന്നും എണ്ണ മോശമാണ് അതുകൊണ്ട് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അതും കണക്കാണ്. ഇപ്പോൾ എണ്ണയ്ക്കകത്താണെങ്കിലും സേഫ് മെത്തേഡ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. ഈ പാം ഓയിലാണ്
മൊത്തം കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാം ഓയിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാണാം. പാം ഓയിൽ തന്നെയാണ് നമ്മുടെ പൊറോട്ടയ്ക്കകത്ത് വരുന്നത്, പാം ഓയിൽ തന്നെയാണ് എല്ലാ എണ്ണക്കടികളിലും വരുന്നത്. അപ്പം ഈ പറയുന്ന സംഭവത്തിൻ്റെ അളവ് ഡെയിലി യൂസിൽ ഇപ്പം 4 മണി എണ്ണ എന്ന് പറഞ്ഞേച്ച് എണ്ണക്കടി എന്ന് പറഞ്ഞാൽ ഡെയിലി കഴിക്കുന്ന ആൾക്കാരുടെ അത് ഭയങ്കര മോശമാണ്. അവരുടെ ലിവറും കുടലും ഭയങ്കര മോശമാകും. ഈ സൺഫ്ലവർ ഓയിലോ, സൺഫ്ലവർ, പാം ഓയിൽ, റൈസ് ബ്രാൻ എന്തും ആ സാധനമല്ല അത്. നമ്മൾ കഴിക്കുന്നത് അതല്ല. അതുകൊണ്ടാണത് പ്രശ്നം. നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ ഒരു പാക്കറ്റിൽ സാധനം കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്കത് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം റൈസ് ബ്രാൻ നല്ലതാണ്, പക്ഷേ റൈസ് ബ്രാൻ ആയിരിക്കണം. കടല എണ്ണയില്ലേ, നിലക്കടലയുടെ 1 ലിറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ 400 രൂപയുടെ നിലക്കടല വേണം. അങ്ങനെ വരുമ്പോൾ 120 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഏതാ എണ്ണ ആരും ഓർക്കുന്നില്ലല്ലോ. അത് നോക്കുക. അപ്പം അതാണ് നമ്മൾ അറിയേണ്ടത്. അല്ലാതെ എണ്ണ മോശമായിട്ടല്ല, നമുക്ക് കിട്ടുന്ന ഒന്നും എണ്ണയല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് മുന്നോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് എണ്ണ എന്ന് പറയുന്നത് ഒരിക്കലും നല്ലതല്ല, പക്ഷേ റിപ്പീറ്റ് യൂസ് വരുമ്പോൾ മാത്രമാണ് ഡേഞ്ചറസ് ആകുന്നത്. വല്ലപ്പോഴും കഴിക്കുന്നതെന്നും യാതൊരു കുഴപ്പമില്ല. ഈ ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള ആളുകളുണ്ട്. ബിരിയാണി കഴിച്ച ഉടനെ കൊക്കക്കോള, 7up, സ്പ്രൈറ്റ് കുടിക്കുന്ന ആളുകളുണ്ട്. ബിരിയാണി കഴിച്ച ഉടനെ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നതിനോട് എന്താ പറയാനുള്ളത്? അതിപ്പോൾ ബിരിയാണി കഴിച്ചോണ്ടെന്നല്ല, ബിരിയാണിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ബിരിയാണിയിൽ തന്നെ നമ്മൾ നോർമലായിട്ടുള്ള നെയ്യാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ ഡാൽഡ വനസ്പതി ഉപയോഗിക്കും. അത് നമുക്ക് എങ്ങനെ പറഞ്ഞാൽ ഒരു ഹോട്ടലിൽ ചെന്ന് നമ്മൾ ബിരിയാണി കഴിച്ചെന്ന് വെച്ചോ, ബിരിയാണി കഴിച്ച് ആ പ്ലേറ്റിലും കയ്യിലും ഒന്ന് നോക്കിയാൽ മതി, അരക്ക് പോലെ ഒട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ഡാൽഡയാണ്. ആ ഹോട്ടലിൽ മേലാൽ ഇനി കയറരുത്. കാരണം അത് തന്നെ ആ കുടലിൽ ഒട്ടി കിടക്കും. ഈ ഡാൽഡ വനസ്പതി അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. എനിക്ക് ചില സെലക്റ്റഡ് ആയിട്ടുള്ള ഹോട്ടലുണ്ട്, അവിടെ ചെന്നാൽ ഞാൻ ബിരിയാണി കഴിക്കുന്നതിന് ഇപ്പോൾ 2 പീസ് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ 2 പീസ് എടുക്കും, ചോറ് ഇത്ര എടുക്കും, കുറച്ച് ചെറിയ അളവിലെടുക്കും. അപ്പോൾ അതേപോലെ നമ്മൾ കഴിക്കുന്ന ബിരിയാണിയിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നെയ്യ് കഴിച്ചാൽ കുഴപ്പമില്ല, നെയ്യ് നല്ലതാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന നെയ്യ്ക്ക് പകരമായിട്ട് ചേർക്കുന്ന സാധനം ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇനി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഹെവി ആണല്ലോ. ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല കാലറിയാണ് ബിരിയാണി എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പോകുമ്പോൾ എൻ്റെ പകുതി സംഭവം വേറെ ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. കാരണം അത്രയൊന്നും ഒരു മനുഷ്യൻ കഴിക്കരുത്. കാരണം എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്ന ജോലിയല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരു കല്ലുപണിയും കട്ടിപ്പണിയും കിളക്കലും പരിപാടിയും ഒന്നുമില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അത് കഴിക്കുന്നതിന് ഓക്കെയാണ്. ഇതൊന്നും ചെയ്യാതെ ഇത്രയും കഴിച്ചേച്ച് പോയിട്ട് ചുമ്മാ കുത്തിയിരുന്നിട്ടുള്ള പരിപാടികൾ, അധികം ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇനി അതിൻ്റെ കൂടെ കാർബണേറ്റഡ് ഡ്രിങ്ക്, പ്രത്യേകിച്ചും ഒരു ഗ്ലാസ് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കിനകത്ത് തന്നെ 8-10 സ്പൂണ് ഇത് വരുന്നുണ്ട്, പഞ്ചസാര വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിക്കേണ്ട സാധനം ഒറ്റ ഗ്ലാസ്സിൽ സാധനം കിട്ടുന്നുണ്ട് ഒരു ശരീരത്തിന്. അപ്പോൾ ഇത്രയൊക്കെ കയറിയാൽ 100% അത് ബ്ലോക്കായിട്ടും ഫാറ്റ് ലിവറായിട്ടും ഒക്കെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് കഴിക്കരുതെന്നല്ല, നമ്മൾ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ കഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞാൻ ഈ കാര്യം പറഞ്ഞാൽ ഒന്നും കഴിക്കരുത് പരിപാടിയേ അല്ല. എല്ലാം കഴിച്ചു. മണ്ണ് തിന്നണമെന്നുണ്ടോ, തിന്നോ, കുഴപ്പമില്ല, ചെറിയ അളവ്. അപ്പോൾ എന്ത് സാധനവും നമുക്ക് കഴിക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുന്ന സമയത്താണ് ഈ പ്രശ്നം. നമ്മൾ വേറെ സമയങ്ങളിൽ വേറെ രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് പോവുക. അല്ലാതെ ചുമ്മാ ആദിവാസികളൊപ്പം നമ്മളിങ്ങനെ കാട്ടിൽ ജീവിക്കുന്ന രീതിയിൽ, പണ്ടത്തെ കാലത്ത് ജീവിക്കുന്ന രീതിയിൽ ജീവിക്കണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ അതിനെല്ലാം ഒരു അളവ് വെച്ച് നമ്മുടെ പാരമ്പര്യം, ഹിസ്റ്ററി, ഹെറിഡിറ്ററി എല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്താണ് ഈ ലീക്കി ഗട്ട് എന്ന് പറയുന്നത്? ലീക്കി ഗട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ ടെർമിനോളജി അല്ല, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ അത് കിട്ടത്തില്ല, റിസർച്ചുകളിലുള്ള സാധനമാണ്. ലീക്കി ഗട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുടലിനകത്ത് ഒരു 3-4 ടൈപ്പ് ലെയർ ഉണ്ട്. ഈ ലെയറിനകത്തെല്ലാം എന്താ പറയുക, ഒരു ഹോൾസ് വരും, ലീക്ക് വരും. സോനുലിൻ എന്ന് പറയുന്ന ഒരു കോമ്പണൻ്റ് ഉണ്ട്. ഇതാണ് കുടലിൻ്റെ ഈ ലൈനിങ്ങിനെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണ്. ഈ ലൈനിങ് ഇങ്ങനെ ലൂസ് ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ ഇതേപോലെ ഫുഡ് ഹാബിറ്റ്സ്, മെഡിസിൻസ്, അല്ലെങ്കിൽ ഇമ്മ്യൂണോസപ്രസൻസ്, അതേപോലെ സ്ട്രെസ് ലെവല്, അങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് എന്നാന്ന് വെച്ചാൽ ഈ കവർഡ് ആയിരിക്കുന്ന ഒട്ടും കെമിക്കലുകളോ വിഷാംശങ്ങളോ ഒന്നും പുറത്തു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന ഈ ലെയർ ലൂസ് ആകുമ്പോൾ ഇതിൽ കൂടെ ഉള്ളിലുള്ള കണ്ടന്റ് ലീക്കായിട്ട് പുറത്തേക്ക് ഇറങ്ങും, ബ്ലഡ് സ്ട്രീമിലേക്ക് ഇറങ്ങും. ഈ ബ്ലഡ് സ്ട്രീമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് ഇങ്ങനെ പോകേണ്ട സാധനം ഇടയ്ക്കൂടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ബോഡി ഡിസ്റ്റർബ് ആവും. ബോഡി ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ ഈ ഇറങ്ങിയ സാധനത്തിനെ ശത്രുവായിട്ടാണ് ബോഡി കൺസിഡർ ചെയ്യുന്നത്, എന്നിട്ടാണ് ഡാമേജ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പല കണ്ടീഷനിലാണ് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സ് വരുന്നത്. അതേപോലെ സ്കിൻ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്, ഇറിറ്റബിലിറ്റി, അതേപോലെ ഡിപ്രഷൻ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നത്. ഓട്ടോഇമ്യൂൺ എന്ന് പറഞ്ഞാൽ ബോഡി തന്നെ ഡാമേജ് ചെയ്യുന്ന പല രോഗ പ്രശ്നങ്ങളെയാണ് ഓട്ടോഇമ്യൂൺ എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന ഇതിനാണ്.
അപ്പോൾ ഇതിനാണ് ലീക്കി കെട്ട് എന്ന് പറയുന്നത്. ഈ ലീക്കി കെട്ട് ശരിയാക്കിയെങ്കിലേ നമ്മുടെ കാര്യം ക്ലിയർ ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്ക് എടുക്കുന്ന പല കെമിക്കൽസ് ആ സമയത്ത് അത് കെമിക്കലാണ്, അത് കുറച്ച് കഴിഞ്ഞിട്ട് അബ്സോർപ്ഷനൊക്കെ പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ നല്ല സാധനം, അല്ലെങ്കിൽ അതിന് മുമ്പാണ് കയറുന്നതെങ്കിൽ അത് കെമിക്കലായിട്ട് ഡാമേജ് ഉണ്ടാക്കും ബോഡിക്ക്, അത് ശരീരത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അതിന് നല്ല സാധനമാണെങ്കിലും ശരീരം വിചാരിക്കുന്നത് ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞാൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ ഡയറ്റ് ചെയ്യുന്ന ആളുകൾ ചിക്കൻ ഉണ്ട് ഒരു ഭാഗത്ത്, പിന്നെ സോയാബീനും ഉണ്ട്, രണ്ടും പ്രോട്ടീൻ ആണല്ലോ. ഇതിലേതാണ് ബെറ്റർ, സോയാബീൻ ഓർ ചിക്കൻ? ചിക്കനാണ് ബെറ്റർ. പ്ലാന്റ് സോഴ്സ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അനിമൽ സോഴ്സിൻ്റെ അത്രയും സ്ട്രോങ് അല്ല അത്. അത്രയും പ്രോട്ടീൻ്റെ അളവ്, അത്രയും അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ളത്. ഇപ്പം നമുക്ക് ചീര കഴിച്ചാൽ കിട്ടുന്ന അയൺ കണ്ടന്റിനെക്കാട്ടിലും 100 ഇരട്ടിയാണ് ബീഫിൻ്റെ കരൾ കഴിച്ചാൽ കിട്ടുന്നത്. അതേപോലെ സിമിലറായിട്ട് നമുക്ക് മുരിങ്ങയിലക്കകത്ത് ബെറ്ററാണ്. പക്ഷെ മുരിങ്ങയില എല്ലാവർക്കും പറ്റത്തില്ല. ചിലർക്ക് വയറ്റിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ മുരിങ്ങയില ആണ് അയൺ കണ്ടന്റിൽ റിച്ച് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കാട്ടിലെ അബ്സോർപ്ഷൻസും ഇതും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് കരളാണ്. മട്ടൻ്റെ കരൾ, ബീഫിൻ്റെ കരൾ, ചിക്കൻ്റെ അല്ല, മട്ടൻ ബീഫിനൊക്കെ ആയിട്ട്. അപ്പോൾ അതാ പറഞ്ഞു, അനിമൽ സോഴ്സാണ് എപ്പോഴും നമുക്ക് പെട്ടെന്ന് ബോഡിക്ക് അബ്സോർപ്ഷൻ നടക്കുന്നതും മെച്ചം കിട്ടുന്നതും. അപ്പോൾ ആ ഒരു രീതിയിൽ പലപ്പോഴും പ്ലാന്റ്സ് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്, സേഫാണ്, ഇതില്ല. പക്ഷേ സഡൻ ആക്ഷനൊക്കെ പ്ലാന്റ് സോഴ്സിൽ കുറവാണ്. സഡൻ ആയിട്ട് ബോഡിയിലേക്ക് കിട്ടി ഒരു റിസൾട്ട് കിട്ടാനായിട്ട് അനിമൽ സോഴ്സ് ആണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളത്. ഈ തൈറോയിഡുള്ള ആളുകൾ സോയാബീൻ കഴിക്കുന്നത് തെറ്റാണ് എന്ന് കുറച്ച് ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കറക്റ്റ് ആണോ അത്? അല്ല, തൈറോയ്ഡ് കണ്ടീഷനിൽ എന്ന് പറയുന്ന പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി, സോയ. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രോക്കലി ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ വേവിച്ച് കറി വെച്ച് കഴിച്ചാൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. പച്ചക്കായിട്ട് സാലഡായിട്ട് എടുക്കുമ്പോൾ പ്രശ്നമാണ്, ട്യൂമറിന്റെ ഗ്രോത്ത് കൂടും. ഇത് റിസർച്ച് പറയുന്ന കാര്യമാണ്. അതായത് ഈ പറയുന്ന നമ്മുടെ മുയലുകളിൽ നടത്തിയ ഇതാണ്. ആ മുയലുകളിൽ ഇതേപോലത്തെ ഫുഡ് കഴിക്കുന്ന മുയലുകളിൽ ട്യൂമേഴ്സിന്റെ അളവ് കൂടുതലായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത്, അല്ലാതെ പ്രോപ്പർ എന്നുള്ള രീതിയല്ല. എന്നാലും ഇതിനെ വേവിച്ചെടുത്ത് തരുമ്പോൾ ആ ഗോയിട്രോജനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കുറഞ്ഞ് അത് കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. സോയയുടെ കാര്യത്തിലായാലും ഇതെല്ലാം നമ്മുടെ ജീനിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. നമ്മുടെ പല പല കാര്യങ്ങളിൽ നമ്മുടെ ഉള്ളിലെ നമ്മൾ അറിയാത്ത കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് ചെയ്തെങ്കിലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ ഫുഡും എല്ലാവർക്കും പറ്റത്തില്ല. ചില മില്ലറ്റ്സുകൾ തൈറോയ്ഡ് കണ്ടീഷന് പറ്റത്തില്ല. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് അറിഞ്ഞേച്ചാണ്. ചില കണ്ടീഷൻ ഇത് കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും കോമൺ ആയിട്ട് ഇത് നല്ലതല്ല എന്ന് പറയാം. ഇപ്പം തൈരും മീനും കഴിക്കാൻ പാടില്ല, എല്ലാവർക്കും ഉള്ളതല്ല. അത് ഈ സ്കിൻ കണ്ടീഷൻ, വയറ്റ് പ്രശ്നം, അലർജി പ്രശ്നം, കെട്ട്, അങ്ങനത്തെ കുറേ അലർജിക് ടെൻഡൻസി ഉള്ള ആളുകളിൽ, ജോയിൻറ്റ് പെയിൻസ്, ആർത്രൈറ്റിസ് കണ്ടീഷനൊക്കെ ഉള്ളവർക്ക് അത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ അതിനെ കോമൺ റൂൾ ആക്കാൻ പറ്റത്തില്ല. ഇത് എല്ലാവർക്കും പാടില്ല എന്നുള്ളതല്ല. തൈറോയ്ഡ് കണ്ടീഷനിൽ എല്ലാ തൈറോയിഡിലല്ല. ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഉണ്ട്, നൊഡ്യൂൾസ്, സിസ്റ്റ്, എല്ലാ ടൈപ്പിൻ്റെയും വെറൈറ്റി സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഗ്രേവ്സ് ഡിസീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം തൈറോയ്ഡ് പ്രശ്നം എന്ന് പറയുമ്പം ഒരു വാക്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ പലതിനും പലതാ പറ്റാത്തത്. അപ്പോൾ ആ കണ്ടീഷനിൽ ഏത് പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. അതൊരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കൺക്ലൂഡ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള പ്രേക്ഷകർക്ക് വേണ്ടി ഒരു 5 ഫുഡ് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ പേരയ്ക്കയാണ്. പേരയ്ക്കകത്താണ് ഭൂരിഭാഗം ന്യൂട്രീഷൻസും നല്ല അളവിലുള്ളത്. ഏറ്റവും കൂടുതൽ വിറ്റമിൻ സി ആണ്. കാരണം ഇത് ഒരു പ്രതിരോധ ശക്തിക്ക് ഏറ്റവും ആവശ്യം വിറ്റമിൻ സി ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തത് പപ്പായ നല്ലതാണ്. ഇതിനകത്തൊന്നും പറഞ്ഞാൽ ഗ്ലൂക്കോസ് കണ്ടന്റ് അധികമൊന്നുമില്ല. നമ്മളിപ്പോൾ ഷുഗർ ഉള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റിയൊരു സംഭവമാണ് പപ്പായ. അപ്പം പേരയ്ക്കായും അതേപോലെ തന്നെ ആപ്പിൾ നല്ലൊരു ഓപ്ഷനാണ്. കഴിയുന്നതും ഗട്ട് ഹെൽത്ത് പ്രശ്നമുള്ള ആളുകളിൽ പുളിയുള്ളത് അധികം കഴിക്കാതിരിക്കുക. പ്രത്യേകിച്ചും പൈനാപ്പിൾ, ഈ സാധനങ്ങളൊക്കെ, പൈനാപ്പിൾ, മാങ്ങ, വാട്ടർമെലൺ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്, മസ്ക് മെലൺ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. ഇതൊക്കെയാണ് നമുക്ക് നല്ല. പിന്നെ ഈ നമ്മുടെ നോർമൽ പഴങ്ങളിൽ പാളംകുടം പഴം എന്ന് പറയുന്നത്, മൈസൂർ എന്ന് പറയുന്നത്, അത് അത്ര നല്ലൊരു ഓപ്ഷൻ അല്ല. പക്ഷെ അത് നല്ല സാധനമാണ്. ഗട്ട് പ്രശ്നമുള്ള ആളുകളിൽ അത് സപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ഓവർനൈറ്റ് ആയിട്ട് ചെയ്യുന്ന ടൈപ്പിലെ സംഭവങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. ഇതില്ലേ ഫിഗ്, അത്തി, അത് നല്ല ഗട്ട് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നൊരു ഇതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണ്. ഇതിനകത്തൊക്കെ പ്രീബയോട്ടിക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മുടെ ഈ വഴുവഴുപ്പ് വരുന്ന എല്ലാ സാധനങ്ങളും നല്ലതാണ്. അതാണ് കുടലിലെ ബാക്ടീരിയകൾക്കുള്ള മെയിൻ ഫുഡ്. നമ്മുടെ വെണ്ടയ്ക്കകത്ത് ഒരു വഴുവഴുപ്പുണ്ട്. അങ്ങനത്തെ വഴുവഴുപ്പുകളാണ് അത്. ഈ പറയുന്ന ഫിഗിനകത്തും ഡ്രാഗൺ ഫ്രൂട്ടിലും ഇതിനകത്തെല്ലാം വഴുവഴുപ്പ് സംഭവം വരുന്നത്. അത് കുടലിലെ കണ്ടീഷൻ ഏറ്റവും
നല്ലതാണ്. പിന്നെ സപ്പോട്ട എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഷുഗർ കണ്ടന്റ് ആണ്. ചക്കപ്പഴം ഹൈ ഷുഗർ കണ്ടന്റ് ആണ്. മാങ്ങപ്പഴം ഹൈ ആണ്. അതൊന്നും ഒരു ചെറിയ ചെറിയ അളവിലൊക്കെ കഴിക്കാന്നല്ലാതെ അതൊന്നും എന്താ പറയുക, അതും ദോശ ഇഡലിയും ചോറും കപ്പയും കഴിക്കുന്ന പോലെ തന്നെ ഒരു സാധനമാണ് ഇതെല്ലാം. അപ്പോൾ ഗട്ടിനെ കുറിച്ച് നമുക്ക് ഇനി ഒരുപാട് ചോദിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഡോക്ടർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് സെഷൻസ് ഡോക്ടറുമായിട്ട് എടുക്കണം. ഗട്ട് മാത്രമല്ല, എല്ലാ കാര്യത്തിനെ കുറിച്ച് ലൈഫ് സ്റ്റൈൽ, ഫാഷൻ, വുമൻസ് ഹെൽത്ത്, സെക്ഷൽ ഹെൽത്ത് എല്ലാം ഡോക്ടർ ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കുന്ന വിഷയങ്ങളാണ്. സോ അതിന് വേണ്ടി നമ്മൾ ലുക്കിംഗ് ഫോർവേഡ്. ഏതായാലും ഇത്ര സമയം സംസാരിച്ചതിന് പ്രേക്ഷകർക്ക് വേണ്ടി അത്രയും ഒരു നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ അറിവ് പകർന്നു തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ ഞാനും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു. ഈ ഫുഡ് കഴിച്ചാൽ അങ്ങനെ ആവുമല്ലേ, അല്ലെ ചിലപ്പോൾ എൻ്റെ ഷുഗർ ക്രേവിങ്സ് ഇത് ഹോർമോണൽ ഇഷ്യൂ കൊണ്ടാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നു. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.